മൈ ഗോഡ്, വാട്ട് എ സ്ട്രക്ചർ. വാ, സൂപ്പർ. ഇതെടുത്ത ക്യാമറയുടെ ലെൻസായി ജനിച്ചാലെങ്കിലും മതിയായിരുന്നു. നീ ഇത്ര ചീപ്പായി പോയല്ലോ. എവിടെ നോക്കട്ടെ. എടാ മുങ്ങിക്കോ, ആ ദന്ത ശിരോമണി വരുന്നുണ്ട്. എടാ സുന്ദരിയുടെ തന്ത. ആര്? ദന്ത ശിരോമണിയാ? ദന്തിസ്റ്റ്. ഇവൻ ലവ് ലെറ്റർ കൊടുക്കാറുള്ള പെണ്ണില്ലേ, അരുന്ധതിയുടെ തന്ത ഡോക്ടർ. ഞാനൊരു ലൈൻ എർത്താക്കി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവതാരം. നിന്റെയൊക്കെ നാലാംകട പ്രേമലേഖനം ഇത് കൊടുക്കാൻ എന്റെ മോളെ കിട്ടിയോളൂ. കളിക്കാൻ വന്നാൽ അടിച്ചു പല്ല് തെറിപ്പിക്കും ഞാൻ. എന്താ ഡോക്ടർ ഇത്? പല്ലെടുക്കേണ്ട ഡോക്ടർ പല്ല് തെറിപ്പിക്കാണോ വേണ്ടത്? അല്ല ഡോക്ടർ, ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോളുടെ ലേഖനോ ഏതാണ് ഈ മോള്? ഞാൻ മനസ്സിലായില്ലേ, അരുന്ധതി, സെന്റ് മേരീസ് കോളേജ് BA ഹിസ്റ്ററി, yahoo.com 342836. അത് ഡോക്ടറുടെ.com ആയിരുന്നു. വെരി നൈസ് ഗേൾ. നിന്റെ ഒന്നും കോംപ്ലിമെന്റ് കേൾക്കാൻ വന്നതല്ല ഞാൻ. ഇനി മേലാൽ ഇതുപോലുള്ള ലോല സാഹിത്യം കൊണ്ട് എന്റെ മോളെ പിറകെ വന്നാൽ ഫീസില്ലാതെ നിന്റെയൊക്കെ പല്ല് പറിക്കും ഞാൻ. കൾച്ചർ ഓഫ് ഫീച്ചേഴ്സ്. ഓ, അതാണോ കാര്യം? തെറ്റിദ്ധാരണ, ശുദ്ധ തെറ്റിദ്ധാരണ. ഡോക്ടർ, ഇവൻ ഒരു കവിയാണ്. മലയാള സാഹിത്യ സദസ്സിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന ഒരു വാൽ നക്ഷത്രം. ഡോക്ടറെ പോലുള്ളവർ ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കവിയല്ല കവി, കാട്ടുകൊരങ്ങ്. അക്ഷരം മാറ്റരുത് ഡോക്ടർ, അക്ഷരം മാറ്റരുത്. അർത്ഥം മാറില്ലേ? ഡോക്ടർക്ക് അറിയില്ല, അക്ഷരം തീയാ, തൊട്ടാ പൊള്ളില്ലേ? വരട്ടല്ലേ, എന്റെ തനി സ്വഭാവം അറിയണ്ട. എന്നെ പൊള്ളിക്കാനൊന്നും വളർന്നിട്ടില്ലടോ. സ്പെക്ടാക്കുലർ ഇഡിയറ്റ്സ്. പറഞ്ഞു കൊടുക്കടാ. ഇയാളൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല. ആളിത്തിരി പെശക മക്കളെ. അതെ, അരുന്ധതി പറയാറുണ്ട്. അവന്റെ അരുന്ധതി. എടാ, എന്നാ ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക്. ചേട്ടാ, ഈ കുതിരവട്ടത്തേക്കുള്ള വഴി ഏതാ? എന്താ നേരം വെളുക്കുമ്പോ തന്നെ ആളെ കളിയാക്കുക? കളിയാക്കിയതല്ല, കാര്യാട്ടാ. മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഏതാ? ഇതിലെ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയാ മതി, എളുപ്പത്തും. നന്ദിയുണ്ട്. പോട്ടെ. അടങ്ങിയിരിക്കാനാ പറഞ്ഞ കേശവൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കാൻ. എന്തേ അതൊരു മെന്റൽ ക്ലിനിക്കാണ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലോ. പിന്നെ കുതിരോട്ടം വരെ കിടന്ന് ഉറങ്ങിക്കൊള്ളില്ലേ? എന്നാ വേഗം വണ്ടി പിന്നോട്ടെടുത്തോ. ശരി. ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, ഇന്നത്തെ കണിയും കൈനീട്ടവും കേമമാക്കി തരണേ. വരിക. എല്ലാരും കൂടെ എന്തിനാ അയാളെ ശല്യപ്പെടുത്തണേ? ഇങ്ങോട്ട് ഇരുത്തിയിട്ട് പോയിക്കോളൂ. എവിടെയാ നോക്കട്ടെ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. അതെ, ഇടയ്ക്ക് മരുന്ന് കൊടുക്കും, കുറയും, പിന്നെയും വരും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? പക്ഷെ ഒന്നും കഴിക്കണില്ല ഡോക്ടർ. പക്ഷെ അത് കണ്ടാ തോന്നില്ല. നല്ല വേദന ഉണ്ടാവേ. ചവയ്ക്കാൻ പറ്റണ്ടേ? ചവയ്ക്കാനല്ല, കടിക്കാനും ബുദ്ധിമുട്ടില്ലേ? എന്താ പേര്? സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ തെറി മാത്രമേ പറയൂ. പേടിക്കാനൊന്നുമില്ല. പെണങ്ങണ്ട, വേദന മാറ്റിയിട്ടേ ഞാൻ പല്ലെടുക്കും. പോരെ? വെളിച്ചം ഇഷ്ടമാണോ? ഡോക്ടർ ആള് കാണുന്ന പോലല്ല, നല്ല ചങ്കുറപ്പാ. ഇവറ്റകൾക്ക് ഹിപ്നോട്ടിസ് അറിയാം. ഇങ്ങനെയൊന്ന് കാണിച്ചു അപ്പ ആളോർമ്മ. എന്റെ വൈപ്പ് പല്ല് അവിടെ വെച്ചിട്ട് ആകെ ഉണ്ടായിരുന്ന 2 ഒറിജിനൽ പല്ല് അടിച്ചു പറിച്ചല്ലോടാ. കൊണ്ടുപോടാ ഈ ഭ്രാന്തനെ. വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ടാക്ക്. അല്ലാതെ ഡെന്റൽ ആശുപത്രിയിലല്ല കൊണ്ടുവരാനുള്ളത്. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക അക്ഷരത്തില്. എവിടാ? അതൊക്കെ വായിക്കണമെങ്കിൽ വിവരം വേണം. കഴുതകൾ തന്റെ ആദ്യം താൻ പോയി പഠിക്കണോ എഴുത്തുമായനും. മെന്റൽ ക്ലിനിക്കിന് ബോർഡ് എഴുതി വെച്ച് പല്ല് പറിക്കാൻ നടക്കണോ? വാ പോവാം. കേശവ മുറുകെ പിടിച്ചോ. ചതിച്ചല്ലോ. ഏത് കാലന്മാരാ ഈ ബോർഡ് മാറ്റി വെച്ചത്? 2 പല്ലും പോയി, മാനവും പോയി.
അക്ഷരം തീയാ ഡോക്ടറെ, പിഴച്ചാ പൊള്ളും. ദന്ത ഡോക്ടർക്ക് ഇപ്പൊ വേണ്ടത് ഒരു ഡെന്റിസ്റ്റിന്റെ സഹായ. എന്താ വിളിക്കണോ? നിന്നെയൊക്കെ വെറുതെ വിടില്ലടാ ഞാൻ. നീയൊക്കെയാണ് ഇതൊക്കെ ഒപ്പിച്ചതല്ലേ? നിനക്കൊക്കെ പറ്റിയ സ്ഥലം പോലീസ് സ്റ്റേഷനാ. കാണിച്ചു തരാൻ ഞാൻ. നോക്കിക്കോ. സത്യമുള്ള തൊഴിലാ എന്റേത്. ഒരു പൊരുത്തീ മതി ആളിപ്പടരാൻ. എന്റെ വെടിമരുന്ന് പിതൃക്കളാണ് സത്യം. പല്ലിസ്റ്റ് പോലീസിന് പരാതി കൊടുത്തു. വഴിയാലെ വരും പോലീസ്. സംഗതി ഡീസന്റ് ആക്കുമെന്ന് ഉറപ്പാ. കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയായി. എന്താണ് അയാളുടെ പരാതി? പരാതികൾ രണ്ടാ. ഒന്ന് അയാളെ തട്ടാൻ ശ്രമിച്ചു. അത് ഇന്ത്യൻ സ്പൈനൽ കോഡ് സെക്ഷൻ 144. അത് ഡീസന്റാ. രണ്ടയാളുടെ മകളെ തടവാൻ ശ്രമിച്ചു. സ്ത്രീപീഡനം. അത് സംഗതി എക്സ്ട്രാ ഡീസന്റാ. ആകെ ഒരു വകുപ്പേ എനിക്ക് അറിവുള്ളൂ, സെക്ഷൻ 144. എന്താ കുഴപ്പമായല്ലോ അച്ചുമാമേ. ശനി 2-ലും 12-ൽ വ്യാഴവുമെന്നാണ് ഫലം. ദൂരദേശഗമനം, മനക്ലേശം, മരണഭയം, മോഹം, കഷൂ, ബഹുകൃതം, തുമജൽ ഗുണേദ്യാഭൂതം. കറക്റ്റ്. റിസൾട്ട് ഭൂതം വീട്ടിലും പരാതി ഭൂതം നാട്ടിലും. കുഴപ്പമാണ് മക്കളെ, ഒറ്റ വഴിയുള്ളൂ, നാട് വിടുക. എടാ ഒരു ടൂർ ആയാലോ? ഒരു 4 days ടൂർ. അതിന് രാജകൽപ്പന കിട്ടണ്ടേടാ. അതൊക്കെ നമ്മുടെ അച്ഛമാവ് വിചാരിച്ച നടക്കൂലേ? അതെ. ഒരു വഴിയുണ്ട്. നമ്മുടെ സർവപരിഹാരമൂർത്തി സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സ് വയ്ക്കണം. മദ്യപാന കച്ചേരിയിൽ പ്രമേയം വരണം. പ്രസിഡന്റിനെ പിരികേറ്റി പൊക്കി വിടേണ്ട കാര്യം ഞാനും ഏറ്റു. എന്നിട്ട് പട്ടി കുറച്ച് പിന്നാലെ. ട്രൗസർ അഴിഞ്ഞു പോയിട്ടും എറിഞ്ഞു വീഴ്ത്തിയ കണ്ണിമാങ്ങ ഞാൻ വിട്ടില്ല. വീട്ടിലെത്തിയപ്പോ ചെറിയമ്മയെ പെണ്ണ് കാണാൻ വീട് നിറയെ വിരുന്നുകാര്. കോണവും മുണ്ടുമില്ലാതെ 2 കണ്ണിമാങ്ങ കൊണ്ട് നാണം മറിച്ചിട്ട് വിട്ടു ഞാൻ അകത്തേക്ക്. വിരുന്നുകാര് പോകുന്നതിന് മുമ്പ് വന്നില്ലേ മാവിന്റെ ഉടമസ്ഥൻ? അയാൾക്ക് ഉടഞ്ഞ ഓടിന്റെ കാശും എനിക്ക് ചുട്ടപ്പടയും. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ കളിയും കുസൃതിയും ഒന്നുമില്ല. എപ്പോഴും പഠിപ്പന്നെ പഠിപ്പ്. പ്രസിഡന്റ്, അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പും പരീക്ഷയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ടൂറും തരാവൂ. അത്ര തന്നെ. അച്ചു പറഞ്ഞത് നേരാ. അതിനും പിടിയില്ലാലോ ചില തത്തമാര് തല്ലി പഴിപ്പിക്കുകയല്ലേ. അത് പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്ന്. നമ്മുടെ നന്ദൂനൊരു ടൂറ് പോണത്രേ. കുട്ടികളുള്ളൊരു കാര്യേ. സ്വന്തം അച്ഛന്റെ സമ്മതം വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. അതിനെന്താ പ്രസിഡന്റ്? വിട്ടോളാൻ പറ. പോയി വരട്ടല്ലേ. നാളേക്ക് റിസൾട്ട് വരികയല്ലേ, അത് കഴിഞ്ഞിട്ട് പോരെ ടൂറും ആഘോഷമൊക്കെ. റിസൾട്ട് വന്നാ പിന്നെ സമയം ഉണ്ടാവോ എന്നൊരു സംശയം. ഉണ്ടാവില്ല. അല്ല, തിരക്കാവൂലോ. അങ്ങനെ ഒരു തിരക്ക്. അതല്ല പിന്നെ മേലേക്കാവിലെ ആദ്യത്തെ എൻട്രൻസുകാരനല്ലേ. പിന്നെ അന്വേഷണായി, അഭിനന്ദനായി, അനുമോദനായി, അനുശോചനായി. റാങ്ക് കിട്ടുമോ പ്രസിഡന്റ്? എങ്കിൽ പിന്നെ ആകാശവാണിക്കാർ വരും, TV-ക്കാർ വരും, ഡീസന്റ് ആയിട്ട് ഫോട്ടോ പിടിക്കാൻ ചാനലുകാർ വരും. പിന്നെ അടിപൊളി ഊരം. അത് പിന്നെ പറയാണ്ടോ. ഫോട്ടോ എടുക്കലായി, ചോദ്യം ചോദിക്കലായി. ഓ, ആരോഗ്യത്തിനോ?